മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ വിധത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിലെ ഒരു ആഗ്രഹമാണ് തൃപ്പൂണിത്തുറയിൽ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ഒരു പ്രഭാഷണം നടത്തുക. 41 ദിവസം നിർമാല്യം തൊഴുകയും എല്ലാ ആഴ്ചയും തൊഴാൻ പോവുകയും അങ്ങനെ വർഷങ്ങളോളം ദശാബ്ദങ്ങളോളം പൂർണ്ണത്രയീശനെ ആരാധിക്കാൻ ഭാഗ്യം കിട്ടിയ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ സാധാരണ ക്ഷേത്രങ്ങൾ പോലെ അല്ല, അവിടുത്തെ എല്ലാ ചിട്ടവട്ടങ്ങളും വ്യത്യാസമുണ്ട്. അവിടെ പ്രഭാഷണം നടത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണ് അമ്പലത്തിൻ്റെ പൂർണ്ണത്രയീശ സേവാ സമിതി. അവർക്കിഷ്ടമുള്ള കുറേ പേരെ വിളിക്കുക, അവർക്കിഷ്ടമുള്ള മാതിരി ചെയ്യുക, അങ്ങനെയൊക്കെ പതിവുള്ളൂ. എന്തുകൊണ്ടോ അവരുടെ ഇഷ്ടത്തിൻ്റെ ലിസ്റ്റിൽ ഞാൻ പെട്ടിട്ടില്ല. എന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു മാസം മുമ്പ് അവിടെ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ കുറേ പേര് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിലെ ആൾക്കാർ കോടതി വിധി പ്രകാരം ഉപദേശക സമിതിയെ പറഞ്ഞയച്ച് ആ അമ്പലത്തിലെ ഭരണാധികാരികൾ, എല്ലാവരും ഇടതുപക്ഷമൊന്നുമല്ല കേട്ടോ, ചിലർ അവരെ തീരുമാനിച്ചു ഉപദേശക സമിതി ഇതുവരെ വിളിക്കാത്ത ആൾക്കാരെ പ്രഭാഷണത്തിന് വിളിക്കണം. അതാരായാലും വിരോധമില്ല. അവിടെ പോയപ്പോൾ അറിയാൻ സാധിച്ചത് ആദ്യം എന്നെയാണ് വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊരു പുണ്യമാണ്. എൻ്റെ ക്ഷേത്രത്തിൽ കൃഷ്ണ ഗുരുവായൂരപ്പ പൂർണ്ണത്രയീശ എന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും പ്രഭാഷണം തുടങ്ങാറുള്ളൂ. ആ പൂർണ്ണത്രയീശ സന്നിധിയിൽ ഞാൻ ജനിച്ചു വളർന്ന് നടന്ന് കളിച്ചു വളർന്ന അമ്പലത്തിൽ ഒരു പ്രഭാഷണം നടത്താൻ സാധിക്കാം. ഞാൻ പൂജിച്ച അമ്പലമാണ് ചക്കംകുളങ്ങര ക്ഷേത്രവും പള്ളിപ്പറമ്പാവ് ക്ഷേത്രവും അതുപോലെ ആദമ്പള്ളി കാവിലൊക്കെ പണ്ടത്തെ കാലത്ത് അത്യാവശ്യത്തിന് കുറേ കാലവും ഷോർട്ട് പീരീഡിലൊക്കെ പൂജ നടത്തിയിട്ടുണ്ട്. ഇവിടെ പൂജ നടത്തിയിട്ടില്ല. പക്ഷെ എന്നാലും തൊഴുതു വരുന്ന പൂർണ്ണത്രയീശൻ്റെ ക്ഷേത്രത്തിൽ ഇടതുപക്ഷ ഭാരവാഹികളൊക്കെ ആയിട്ടും അവരെന്നെ വിളിക്കണം തീരുമാനിച്ചു. ഇതൊരു വലിയൊരു അനുഭൂതിയായിരുന്നു. 13-ാം തീയതി വൈകുന്നേരത്തെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഭഗവത്ഗീതയുടെ ക്ലാസ്. ഇതാണ്ട് ആ ആനയെ നിർത്തി ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ആനക്കൊട്ടിലായിരുന്നു. സാധാരണ മുകളിൽ ഹാളിലാണ് പതിവ്. ഇവിടെ ഏതാണ് ജാം പാക്കഡ് ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. വൈശാഖ മാസത്തോടനുബന്ധിച്ച് 30-31 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം. ഇത് വളരെ എന്ത് രസമായിരുന്നു. എത്ര പേരാ അമ്പലത്തിൽ. ആ ക്ഷേത്രം നിറഞ്ഞു കവിഞ്ഞ് സൈലൻ്റായിട്ട്, ഒരു ഉപദേശ സമിതിയില്ല, ഒന്നുമില്ല. ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുകയാണ്. ഭാഗവത സപ്താഹം നടത്തിയതും ദേവസ്വം ബോർഡ് നേരിട്ടാണ്. അപ്പം നല്ല രീതിയിൽ ഉപദേശക സമിതി ഇല്ലെങ്കിലും കാര്യങ്ങൾ പോകുമെന്ന് അവിടെ കാണാൻ സാധിച്ചു. എല്ലാ ദേവസ്വം ജീവനക്കാർ നല്ലോണം സഹകരിക്കുന്നുണ്ട്. പല രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുണ്ടെങ്കിൽ നല്ലോണം സഹകരിക്കുന്നുണ്ട്. ഓരോ കർമ്മം നടത്തുമ്പോഴും ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോഫിറ്റ് ക്ഷേത്രത്തിന് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചെലവ് കഴിഞ്ഞിട്ടുള്ള വരവ്, ചെലവ് കഴിഞ്ഞിട്ട് ബാക്കിയും ലക്ഷക്കണക്കിനുണ്ട്. കുറേ പുതിയ കാര്യങ്ങൾ അവരവിടെ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഈ അമ്പലത്തിൻ്റേത് ആയിട്ട് ഏറ്റെടുത്ത ബിൽഡിംഗ് തിരിച്ചു പിടിച്ച് ക്ലീനാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് സ്വാഗതമോ വോട്ട് ഓഫ് താങ്ക്സോ ഒന്നുമില്ല. ഭഗവത്ഗീതയെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഒരു 3-4 പ്രാവശ്യം അവർ കസേര കൊണ്ടുവരേണ്ടി വന്നു. വെച്ചിരുന്ന കസേരയൊന്നും മതിയായില്ല. അപ്പോൾ ജന്മനാട്ടിലെ വിളക്കിൻ്റെ നേരെ ചുവട്ടിൽ പ്രകാശം ഉണ്ടാവില്ല എന്നാണ് ചിലപ്പോൾ പറയാറുള്ളത്. വെള്ളത്തോൾ നാരായണമേനോൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആരോ ഒരാൾ ആ വീടിൻ്റെ മുമ്പിൽ റോട്ടിൽ നിൽക്കുന്ന ഒരാളോട് ചോദിച്ചു അത്ര, വള്ളത്തോൾ നാരായണമേനോൻ്റെ വീട് എവിടെയാന്ന്. ഈ റോട്ടിൽ നിൽക്കുന്ന ആൾ പറഞ്ഞു അത്ര, അങ്ങനെ ഒരാളെ ഞാൻ കേട്ടിട്ടില്ല ഈ പ്രദേശത്തെന്ന്. അദ്ദേഹം നിൽക്കുന്നത് വള്ളത്തോൾ നാരായണമേനോൻ്റെ വീടിൻ്റെ മുമ്പിലായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ വിളക്കിൻ്റെ നേരെ ചുവട്ടിൽ ചിലപ്പോൾ പ്രകാശം ഉണ്ടായിന്ന് വരില്ല. ഞാൻ പ്രകാശമാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല കേട്ടോ. പക്ഷെ അവിടുത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അനുഭൂതി വളരെ ഗംഭീരമായിരുന്നു. ആത്മസംതൃപ്തിയായിരുന്നു. പഴയ എന്നെ പഠിപ്പിച്ച അധ്യാപകര്, പരിചയക്കാര്, വേണ്ടപ്പെട്ടവര് എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരും ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും, അല്ലാണ്ട് ഞാനുമായിട്ട് ബന്ധമുള്ള 10,000 കണക്കിന് ആൾക്കാരെന്നല്ല. അതൊരു വലിയ അനുഭവമായിരുന്നു. അതും
ഇടതുപക്ഷ ഭാരവാഹികൾ ഗോപാലകൃഷ്ണനെ വിളിക്കുക. അയാൾ വരുമെങ്കിൽ അയാളുടെ ടൈം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ പ്രഭാഷണത്തിന് വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ 13-ാം തീയതി ഡേറ്റ് കൊടുത്തു. നല്ലൊരു അനുഭവം. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മളുടെ മുമ്പിൽ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ മധ്യപക്ഷമെന്നോ യുക്തിവാദിയെന്നോ നിരീശ്വരവാദിയെന്നോ ഈശ്വരവിശ്വാസിയെന്നോ എല്ലാം ധരിച്ച ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മളുൾപ്പെടെ മുൻവിധിയോടുകൂടി പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായ സർക്കിളിൽ നിന്നാണ് സപ്പോർട്ട് വരുന്നത്. വളരെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ എറണാകുളത്തെ ഹരിഹരസുധ ക്ഷേത്രത്തിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അടിപൊളി അതിഗംഭീരമായിട്ടുള്ള ക്ലാസ്സായിരുന്നു. മഴുവഞ്ചേരിയിൽ നമ്മൾ ക്ലാസ് വെച്ചു. രാവിലെ ടീച്ചേഴ്സിന് 2.5 മണിക്കൂർ, ഈ 2-3 ദിവസത്തെ യാത്ര 2.5 മണിക്കൂർ ക്ലാസ് വെച്ചു. 2.5 മണിക്കൂറും അവർ, അകത്തുള്ള ടീച്ചേഴ്സാണ് കൂടുതലുണ്ടായിരുന്നത്, പുറത്തുള്ളവർ കുറച്ച് പേര് വന്നിരുന്നു. വൈകുന്നേരം ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞ ക്ലാസ് വെച്ചു. അതിൽ കുറേ പേരുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചത്ര ആൾക്കാരൊന്നും വന്നില്ല. ഇവര് ഒരു 50 പേരെ വന്നുള്ളൂ. 300 പേരെ പ്രതീക്ഷിച്ചതാണ്. വർക്കിംഗ് ഡേ ആണ്, തിങ്കളാഴ്ചയാണ്. എന്നാലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നല്ല മാറ്റം എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ട്. എല്ലാ വിഭാഗം ജനതയും ഈ പൈതൃകം സ്വീകരിക്കാൻ തയ്യാറായി കൊണ്ടുവരുന്നു. കൊടുക്കുന്ന നിർദ്ദേശം അതേപോലെ സ്വീകരിക്കാൻ. എല്ലായിടത്തും നമ്മൾ ചെയ്തത്, ഈ പഠിക്കാനുള്ള സിലബസും ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു, ഭഗവത്ഗീതയും ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. അതിപ്പോൾ ഓരോരുത്തർക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10, 50, 100 കോപ്പി വെച്ചിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേർക്ക് ഇമെയിലിൽ അത് അയച്ചു, ഒത്തിരി പേർക്ക് വാട്സപ്പിൽ അയച്ചു. ഇന്നും അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ രാവിലെ. എല്ലാവർക്കും ഈ സന്ദേശം എത്തിക്കാൻ വളരെ വളരെ സന്തോഷം തോന്നുന്ന ഒരു അനുഭവത്തിൻ്റെ പരമ്പര ഓരോ യാത്രയിലും ഉണ്ടാവുന്നുണ്ട്. 18-ാം തീയതി മുതൽക്ക് 21-ാം തീയതി അർദ്ധരാത്രി വരെ ബോംബെയിലാണ് ക്ലാസ്. ബോംബെയിലും ധാരാളം ക്ലാസ്സുകളുണ്ട്. ഗ്യാപ്പുകളുള്ളത് രാവിലെ 6 തൊട്ട് രാത്രി 10 മണി വരെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മാറ്റണം, മാറ്റം ഉണ്ടാക്കണം. നമ്മൾ വിചാരിച്ചാൽ, നമ്മളെല്ലാവരും വിചാരിച്ചാൽ നമ്മുടെ പൈതൃകത്തെയും ധർമ്മത്തെയും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ചിലപ്പോൾ ഒരു ബ്രിഡ്ജാവാൻ നമുക്ക് സാധിച്ചു എന്ന് വരും, നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ ഒരു സ്ഥലത്ത് ഒരു പ്രഭാഷണം നടത്തണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, പ്രഭാഷണം നടത്താൻ കഴിവുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളൊരു ബ്രിഡ്ജാണ്. അങ്ങനെ ഒരു ബ്രിഡ്ജാവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും കൊടുക്കുന്നവരവിടെ ഉണ്ടെന്ന് പറയാനും ആ കൊടുക്കുന്നവരെ അവിടെ കൊണ്ടുവന്ന് കൊടുപ്പിക്കാനും എല്ലാം സാധിക്കണം. നമുക്ക് ഒരു ബ്രിഡ്ജാവാൻ സാധിക്കണം, അല്ലെങ്കിൽ ഒരു ടീച്ചറാവാൻ സാധിക്കണം, അല്ലെങ്കിൽ ഒരു കൺവേയർ ആവാൻ സാധിക്കണം. സാധിക്കട്ടെ. പൂർണ്ണത്രൈശ ക്ഷേത്രത്തിലും മഴുവഞ്ചേരിയിലും ഹരിഹരസുധ ക്ഷേത്രം പാലാരിവട്ടത്തുമൊക്കെ അനുഭവങ്ങൾ അതാണ് നമ്മളെ പഠിപ്പിച്ചത്. പ്രണാമം, നമസ്കാരം.